എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നാട്ടിൽ നിന്ന് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഇസ്രായേലിലെ ജോലി സാധ്യതകളും അതുമായി ബന്ധപ്പെട്ട നാട്ടിലെ ഏജൻസികൾ നേരിട്ട് നടത്തുന്ന ക്ലയൻറ്റ് ഇൻ്റർവ്യൂവിനെ കുറിച്ചുമാണ്. എങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ തന്നെ ചെയ്തേക്കാം എന്ന് കരുതിയിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. ഇസ്രായേലിൽ ഇപ്പോൾ നിരവധി തൊഴിലവസരങ്ങൾ തുറന്നു കിടക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഏതൊരു വിദേശ ജോലിയെയും പോലെ നല്ല അന്വേഷണവും ശരിയായ രേഖകളും നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളും ഉറപ്പാക്കിയ ശേഷമേ ഒരു തീരുമാനമെടുക്കാവുള്ളൂ. പരിചയവും കഴിവും ഉള്ളവർക്ക് ഇസ്രയേൽ ഇന്ന് മികച്ച തൊഴിൽ സാധ്യതകൾ നൽകുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വിവിധ നഗരങ്ങളിൽ ഇസ്രയേലിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിരവധി പരസ്യങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. കണ്ണൂർ, ആലപ്പുഴ, കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇൻ്റർവ്യൂകൾ നടക്കുന്നതായിട്ടും പുതിയ അറിയിപ്പുകൾ തുടർച്ചയായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. വനിതകൾക്കായിട്ടുള്ള ക്ലീനിങ് ജോലികൾ മുതൽ ഇലക്ട്രിക്കൽ പാനൽ വർക്കർ, വെൽഡർ, പ്ലംബർ, ഫാക്ടറി വർക്കർ, വെയർഹൗസ് സ്റ്റാഫ്, കുക്ക്, ക്ലീനർ തുടങ്ങിയ നിരവധി മേഖലകളിലേക്കാണ് തൊഴിലവസരങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ അവസരങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? യഥാർത്ഥത്തിൽ ഇസ്രയേലിൽ തൊഴിലാളികൾക്ക് ഇപ്പോൾ വലിയ ഡിമാൻഡ് ഉണ്ടോ? ശമ്പളം എത്ര ലഭിക്കും? ജീവിത ചെലവ് എത്രയാണ്? അവിടുത്തെ ജീവിതം സുരക്ഷിതമാണോ? ഈ വീഡിയോയിൽ നമുക്ക് ഇതെല്ലാം വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ ഇസ്രായേലിലാണ്. ഇവിടെ പരിപൂർണമായിട്ടും ഞാൻ സുരക്ഷിതനാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്രായേലിൽ തൊഴിലാളികൾക്ക് ഇപ്പോൾ ഇത്രയും ഡിമാൻഡ് വന്നത് എന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, ഏതാണ്ട് ഒരു 2-3 വർഷങ്ങളായിട്ട് ഇസ്രായേലിലെ വിവിധ മേഖലകളിൽ തൊഴിലാളികളുടെ കുറവ് ഗണ്യമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. നിർമ്മാണം, കാർഷികം, വ്യവസായം, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ പല മേഖലകളിലും മുമ്പ് ജോലി ചെയ്തിരുന്ന നിരവധി തൊഴിലാളികൾ ഇപ്പോൾ ലഭ്യമല്ലാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിർമ്മാണ മേഖല, വ്യവസായ മേഖല, ഫാക്ടറികൾ, ഹോസ്പിറ്റാലിറ്റി മേഖല, കാർഷിക മേഖല, ക്ലീനിങ് സർവീസുകൾ, വെയർഹൗസ് ആൻഡ് ലോജിസ്റ്റിക് തുടങ്ങിയ നിരവധി മേഖലകളിൽ വിദേശ തൊഴിലാളികളുടെ ആവശ്യം ഗണ്യമായിട്ട് വർദ്ധിച്ചു വരുന്നത്. ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് നിലവിൽ കൂടുതലായിട്ട് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ജൂൺ 15 കൊച്ചിയിൽ നടക്കാനിരിക്കുന്ന ഇൻ്റർവ്യൂകളിലും പ്രധാനമായിട്ടുള്ള ഒഴിവുകൾ ഞാനൊന്ന് ചൂടെ ചേർക്കാം. അതായത് വെയർഹൗസ് ജനറൽ വർക്കേഴ്സ്, ഫാക്ടറി ജനറൽ വർക്കേഴ്സ്, ബെച്ചേഴ്സ് അഥവാ കശാപ്പ് തൊഴിലാളികൾ, ഫിഷ് മോങ്കേഴ്സ്, സ്റ്റോക്ക് പിക്കേഴ്സ്, വെയിറ്റേഴ്സ്, പ്രീ കുക്കുകൾ, അതുപോലെ തന്നെ ക്ലീനേഴ്സ്. ഇവയ്ക്കൊക്കെ പുറമെ സാങ്കേതിക മേഖലകളിലും വളരെ വലിയ അവസരങ്ങളാണുള്ളത്. ഇലക്ട്രിക്കൽ വയറിംഗ്, ഇൻഡസ്ട്രിയൽ പാനൽ അസംബ്ലി, അതുപോലെ ഇലക്ട്രിക്കൽ പാനൽ ജോലികളിലും മികച്ച അവസരങ്ങളാണുള്ളത്. കൂടാതെ ടിക് വെൽഡിംഗ്, മിഗ് വെൽഡിംഗ്, ബ്ലൂ പ്രിൻ്റ് റീഡിംഗ്, എക്സ്റേ ടെസ്റ്റ് സ്റ്റാൻഡേർഡ് വെൽഡിംഗ് എന്നിവയിൽ പരിചയമുള്ള വെൽഡർമാർക്കും നിരവധി ഒഴിവുകൾ നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ വാട്ടർ ലൈൻ ഇൻസ്റ്റലേഷൻ, പൈപ്പ് ഫിറ്റിംഗ്, ഇൻഡസ്ട്രിയൽ പ്ലംബിംഗ് മേഖലകളിൽ പരിചയമുള്ള പ്ലംബർമാർക്കും നല്ല തൊഴിൽ സാധ്യതകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇനി ഇതിൻ്റെ ശമ്പളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിക് സാലറി, ഓവർ ടൈം, വിവിധ അലവൻസ് എന്നിവ ഉൾപ്പെടെ സാധാരണയായിട്ട് 6200 ഷെക്കൽ മുതൽ 7000 ഷെക്കൽ വരെ പ്രതിമാസ വരുമാനം ലഭിക്കുന്ന ജോലികളാണ് കൂടുതലായിട്ടുമുള്ളത്. ഇത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 2 ലക്ഷം മുതൽ 2.5 ലക്ഷം രൂപ വരെയായിട്ട് വരും. അതേസമയം ഓവർ ടൈം ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാർക്ക് പോലും ഏതാണ്ട് 1.5 ലക്ഷം രൂപയിൽ കുറയാത്ത വരുമാനം ലഭിക്കുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഉള്ളത്. പല ജോലികളും താമസം, ഇൻഷുറൻസ് തുടങ്ങിയ സൗകര്യങ്ങൾ തൊഴിലുടമ നൽകുന്നതിനാൽ തന്നെ ഭക്ഷണ ചിലവ് ഒഴികെ വലിയ മറ്റ് ചിലവുകളില്ലാതെ നല്ലൊരു തുക സേവ് ചെയ്യാനും സാധിക്കും. ഇനി വിദേശ ജോലി അന്വേഷിക്കുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏജൻസിക്ക് വിദേശ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുവാനായിട്ടുള്ള നിയമപരമായിട്ടുള്ള ലൈസൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. വെറും ട്രാവൽ ഏജൻസിയും ലൈസൻസ് ഉള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. ട്രാവൽ ഏജൻസിക്ക് വിദേശ ജോലിക്ക് ആളെ റിക്രൂട്ട് ചെയ്യുവാനായിട്ടുള്ള ലൈസൻസ് ഇല്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കണം നിങ്ങൾ. അങ്ങനെയെങ്കിൽ അവരുടെ വിസ പ്രോസസ്സിംഗ് നടത്തുന്ന ലൈസൻസ് ഏജൻസി ഏതാണെന്ന് പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുകയും വേണം. അതുപോലെ തന്നെ ഒരു ഏജൻറ്റിനെ സമീപിക്കുകയാണെങ്കിൽ അദ്ദേഹം മുമ്പ് വിദേശ ജോലികൾക്കായിട്ട്
ആളുകളെ അയച്ചിട്ടുണ്ടോ, പ്രത്യേകിച്ച് ഇസ്രായേലിലേക്ക് കൃത്യസമയത്ത് കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ, അങ്ങനെ റിക്രൂട്ട് ചെയ്ത ആളുകളിൽ നിന്ന് നല്ല അഭിപ്രായമാണോ ലഭിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കണം. സാധ്യമെങ്കിൽ മുമ്പ് അവരുടെയൊക്കെ വഴി പോയിട്ടുള്ള ആളുകളുടെ അനുഭവം നേരിട്ടോ ഫോൺ മുഖാന്തരമോ അറിയുവാനും നിങ്ങൾ ശ്രമിക്കുന്നത് നല്ലതാണ്. അതുപോലെ അമിതമായിട്ടുള്ള വാഗ്ദാനങ്ങളിൽ ഒരിക്കലും വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിൽ യാഥാർത്ഥ്യബോധത്തോടു കൂടി എല്ലാ വിവരങ്ങളും പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം മാത്രമേ നിങ്ങൾ ആ ഏജൻസിയുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ടുള്ള തീരുമാനമെടുക്കാവുള്ളൂ. മറ്റൊരു പ്രധാന ഘടകം, ഇസ്രായേലിലേക്ക് വരുന്നതിന് IELTSൻ്റെ ആവശ്യം ഇല്ല എന്നിരുന്നാലും ഇംഗ്ലീഷിൽ ആശയവിനിമയം ചെയ്യുവാൻ കഴിയുന്നവർക്ക്, നല്ല രീതിയിൽ കഴിയുന്നവർക്ക് കൂടുതൽ അവസരങ്ങളും മികച്ച ശമ്പളവും ലഭിക്കുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഇസ്രായേലിൽ എത്തിയ ശേഷം ജോലി മാറുന്നതിനും ഉയർന്ന ശമ്പളമുള്ള അവസരങ്ങളിലേക്ക് എത്തുന്നതിനും ഭാഷാപരമായിട്ടുള്ള കഴിവുകൾ സഹായകരമാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഇവിടുത്തെ ഭാഷയായിട്ടുള്ള ഹീബ്രു പഠിച്ചു തുടങ്ങുന്നതും വളരെ നല്ലതാണ്. ഇനി ഇസ്രായേലിൽ ജോലി ചെയ്യുന്നതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയെന്നാൽ, ഉയർന്ന ശമ്പളം, നിയമപരമായിട്ടുള്ള തൊഴിൽ സംരക്ഷണം, ഓവർ ടൈം ഫെസിലിറ്റി, സാങ്കേതിക തൊഴിലുകൾക്ക് മികച്ച ഡിമാൻഡ്, അതുപോലെ തന്നെ ഇവിടുന്ന് കിട്ടുന്ന കാശ് ഇവിടെ ചിലവാക്കണം എന്നുള്ള പ്രത്യേകതകളൊന്നുമില്ല. അതിലും പ്രധാനമായി കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന മികച്ച അവസരങ്ങളിലൊന്ന് ഇസ്രായേൽ തന്നെയാണ് എന്നത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. സോ വിദേശ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഇസ്രായേലിൽ ജോലി നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഈ പറഞ്ഞ എല്ലാ വിവരങ്ങളും പരിശോധിച്ച് വിശ്വസനീയമായിട്ടുള്ള ഒരു ഏജൻസിയോ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു തൊഴിലവസരം കണ്ടെത്താൻ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, എൻ്റെ പരിചയത്തിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുവെങ്കിൽ, നിങ്ങളിൽ ആർക്കെങ്കിലും ഇസ്രായേലിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റാര് തരുന്നതിലും ബെറ്റർ സർവീസ് നിങ്ങൾക്ക് ലഭ്യമാക്കുവാൻ സാധ്യമായ എല്ലാ സഹായങ്ങളും ഞാൻ നിങ്ങളോടൊപ്പം നിന്ന് ചെയ്യുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്തേ.